എല്ലാം തകർത്ത് കളഞ്ഞില്ലേടാ. നെഞ്ചു പൊട്ടിക്കരയുന്ന ആ പിതാവിൻ്റെ കണ്ണുനീർ വേദന കണ്ടു നിൽക്കാനാകുന്നില്ല. പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ബാപ്പ അബ്ദുറഹീമിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം അഫാനെയും റഹീമിനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഒരു കൂസലുമില്ലാതെ അഫാൻ പറയുകയാണ്, അമ്മയും അനിയനും തെണ്ടുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടാണ് താനിത് ചെയ്തത് എന്ന്. എന്നിട്ട് എന്തുകൊണ്ട് അമ്മയെ തീർത്തില്ല എന്ന ചോദ്യം പിന്നെയും ദുരൂഹമായി തുടരുകയാണ്. അതായത് നെഞ്ചു പൊട്ടിയാണ് ആ പിതാവ് ചോദിക്കുന്നത്, നീ എല്ലാം തകർത്തില്ലേടാ എന്ന്. പ്രവാസ ജീവിതം വലിയ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ പ്രവാസികളും സാധാരണക്കാരായി വലിയ ജോലിയിലൊക്കെ ഇരിക്കുന്ന നല്ല ശമ്പളം വാങ്ങുന്ന പ്രവാസികളെ കുറിച്ചല്ല, ഈ നാട്ടിലെ പോലെ കൂലിവേല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെയിൻറ് പണിക്കും അല്ലെങ്കിൽ മറ്റ് ഹോട്ടലുകളിലെ ജോലിക്കും മറ്റ് ജോലികൾക്കൊക്കെ പോകുന്ന പണിക്കാരുണ്ട്. അവർ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് എത്ര മണിക്കൂറോളം നിന്ന് ജോലി ചെയ്യുന്ന ജോലിക്കാരുണ്ട്. അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ കാണുമ്പോൾ ദുബായിലല്ലേ, യൂറോപ്യൻ രാജ്യങ്ങളിലല്ലേ എന്നൊക്കെ പറയും. പക്ഷേ അവിടെയൊക്കെ പോകുന്ന പ്രവാസികൾ, അത് ആണായാലും പെണ്ണായാലും, അവരൊക്കെ അനുഭവിക്കുന്ന വേദന ഒരുപക്ഷെ നമുക്ക് നാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നല്ല വസ്ത്രം ധരിക്കണമെന്ന് വിചാരിച്ചാൽ കഴിയില്ല, കുടുംബാംഗങ്ങളെ കാണണമെന്ന് വിചാരിച്ചാൽ കഴിയില്ല, മക്കളെ കാണണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. ഇതൊക്കെ തീർത്ത് വരുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും തീർന്നിരിക്കാം. ഇവിടെ അബ്ദുൾ റഹീം എന്ന് പറയുന്ന അച്ഛനും അങ്ങനെയാണ്. രണ്ട് ആൺമക്കളിൽ തനിക്ക് താങ്ങാവേണ്ടവരാണ് രണ്ടുപേരും. അതുകൊണ്ട് അവർ വളർന്നതിന് ശേഷം തൻ്റെ കടബാധ്യതകൾ അല്ലെങ്കിൽ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറെ ഇല്ലാതാകും എന്ന് വിചാരിച്ച പിതാവിൻ്റെ മുന്നിലേക്ക് കൊലപാതകിയായി 5 പേരെ കൊലപ്പെടുത്തിയ പ്രതിയായി വന്ന് നിൽക്കുകയാണ് മൂത്ത മകനായ, തന്നെ ബാപ്പ എന്ന് ആദ്യം വിളിച്ച മൂത്ത മകനായ 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന് പറയുന്ന ആ കൊടും ക്രിമിനൽ. പക്ഷെ ഷെമി പറയുന്നത്, അതായത് അഫാൻ്റെ ഉമ്മ ഷെമി പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഷെമിക്ക് നന്നായി അറിയാം. ഈ ഫെബ്രുവരി 24-ാം തീയതി അപകടം നടക്കുന്ന, ഈ കൊലപാതകം നടക്കുന്ന ദിവസം ബന്ധു വീട്ടിൽ പോയി പണം കടം ചോദിക്കാനായി പോയ സമയത്ത് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ 200 രൂപ ഫർസാനയിൽ നിന്ന് കടം വാങ്ങി. ആ 200 രൂപയിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. 100 രൂപയ്ക്ക് അമ്മയും മകനും കൂടി വെഞ്ഞാറമൂട്ടിലെ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ബന്ധു വീടുകളിലേക്ക് പോയപ്പോഴാണ് ആരും പണം തരില്ല, ദൂർത്താണ്, നിങ്ങളുടെ ദൂർത്താണ് ഈ കടങ്ങളൊക്കെ വരുത്തി വെച്ചത്, അതുകൊണ്ട് പണം തരില്ല എന്ന് പറയുകയും പിന്നീട് അതിൽ മനം തൊന്ന് രണ്ടുപേരും വീട്ടിൽ വരികയും നേരത്തെ തന്നെ അമ്മയും മകനും ഇരുന്ന യൂട്യൂബിൽ ആളുകളെ കൊല്ലുന്നതും അല്ലെങ്കിൽ ആളുകൾ മരിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതുമൊക്കെയായ വീഡിയോകൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മകൻ പറയുകയാണ്, അമ്മ പൊക്കോ, ഞാനും അനിയനും പിന്നാലെ വരാം. സ്വാഭാവികം, നമുക്ക് ചിന്തിക്കാം, ബാപ്പ അറിയാതെ അമ്മയുടെ ദൂർത്ത് ജീവിതം അല്ലെങ്കിൽ അമ്മ മകന് വേണ്ടി പണം വാങ്ങി നൽകിയത് അത് നാളെ കുടുംബക്കാരോ ബാപ്പയോ ഒക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മനം നൊന്ത് ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്തു. അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെങ്കിൽ പോലും. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവരെയും കൊന്നിട്ടും അഫാൻ മരിക്കാത്തത്? അപ്പോൾ അഫാനെ മരിക്കാൻ ഭയമാണ്. ആ ഭയത്തിൻ്റെ കാര്യങ്ങളിലാണ് ഇയാൾ എലിവിഷം കഴിച്ചു എന്ന് പറഞ്ഞിട്ടും എലിവിഷം കഴിച്ചില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് അഫാനെയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പോൾ ചോദിച്ചു. ഇതിന് അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു ഒരു കൂസലുമില്ലാതെ അഫാൻ നൽകിയ മറുപടി. പ്രതിയെ സിനിമ സ്വാധീനിച്ചു എന്ന പ്രചരണം തെറ്റാണ് എന്നും പോലീസ് പറയുന്നു. 4 പേരെ തലക്കടിച്ച് കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചു എന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രചരണം തെറ്റാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ അഫാനുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എന്നുള്ളതാണ്. കൊല നടന്ന ദിവസം 50,000 രൂപയുടെ കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാൻ നൽകിയ മൊഴി. കൊല നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് കാമുകിയിൽ നിന്ന് 200 രൂപ കടം വാങ്ങി. ഇതിൽ 100 രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചിട്ടാണ് ഉമ്മയും കൊണ്ട് ബന്ധു വീട്ടിൽ കടം ചോദിക്കാൻ പോയത്.
100 രൂപയ്ക്ക് അഫാനും ഉമ്മയും കടയിൽ കയറി ദോശ കഴിച്ചു. കടക്കാർ വരുന്നതിന് മുൻപാണ് കൊലപാതകങ്ങൾ ചെയ്തത്. എന്തായാലും അഫാന്റെ ഈ ഒരു മൊഴി ഇതൊന്നും ഷെമി പറയുന്നതല്ല, അഫാൻ പറയുന്നതാണ്. അപ്പോൾ ഷെമിക്ക് ഇതെല്ലാം അറിയാം, എങ്ങനെയാണ് ഈ കടമുണ്ടായത്. ഇത് അഫാനും ഷെമിയും മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ മറ്റൊരാളും കൂടി ഉണ്ടോ എന്നുള്ള സംശയം പോലീസിന് ബലപ്പെടുകയാണ്. ആ ആളിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ചില രേഖകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ, അതായത് അഫാൻ അല്ലെങ്കിൽ ഷെമി പണം നൽകിയത് ആർക്കാണ് എന്നതിൻ്റെ രേഖകൾ പോലീസിന് കിട്ടി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഷെമി കള്ളം പറഞ്ഞത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് മാധ്യമ പ്രവർത്തകരും ബന്ധുക്കളുമൊക്കെ നിരന്തരം ചോദിച്ചത്. ഇടയ്ക്ക് ഫർസാനയുടെ ഉമ്മയെ കാണണമെന്ന് ഷെമി പറഞ്ഞു. എങ്ങനെയാണ് ആ ഉമ്മയുടെ അടുത്തേക്ക് ഒരു കോസലുമില്ലാതെ ചെല്ലാൻ ഷെമിക്ക് കഴിയുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ഈ ഉമ്മുമ്മയെ കൊന്നു, ബാപ്പയുടെ സഹോദരനെയും ഭാര്യയും കൊന്നു. അതൊക്കെ ഈ ഫോൺ വന്നപ്പോൾ തനിക്കത് ശല്യമായി തോന്നി. ആ ശല്യത്തിൻ്റെ പുറത്താണ് താനിങ്ങനെ മർദ്ദിച്ചത്, താനിങ്ങനെ കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ അത് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ്. എന്തായാലും നിരോധിത സ്ലീപ്പർ സെല്ലുകളുമായി ബന്ധപ്പെട്ട് നിരോധിത സ്ലീപ്പർ സെല്ലുകളിൽ ഇത്തരം ആളുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തരം അഫാനെ ഇത്തരത്തിൽ രക്തം കണ്ട് അറപ്പ് മാറുന്ന തരത്തിലേക്ക് പരിശീലനം നൽകിയിരുന്ന ആരെങ്കിലും ഇതിൻ്റെ പിന്നിലുണ്ടോ? അവരുടെ പ്രേരണ കൊണ്ടാണോ അഫാൻ ഇതൊക്കെ ചെയ്തത്? ഇല്ലെങ്കിൽ അനിയനെയും കാമുകിയെ അമ്മയെയും ഒക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾക്ക് എങ്ങനെയാണ് ഇത്ര ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നിയത്? ഇവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കടം കയറി അങ്ങ് മുടിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ഇനി ഒന്നും ചെയ്യാനില്ല, ആരെയും കടം വാങ്ങാനില്ലാത്ത ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ പണം എവിടെ നിന്ന് കിട്ടുന്നു അവിടേക്ക് ചായാൻ ഒരു ധൃതി നമുക്ക് കൂടും, തത്രപ്പാട് നമുക്ക് കൂടുമെന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും സ്ലീപ്പർ സെല്ലുകൾ പണം തരാം, കടം തീർക്കാൻ, പക്ഷെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അത്തരത്തിൽ അഫാനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്നൊക്കെയല്ല. അതായത് ഈ അഫാൻ മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ മറ്റൊരാളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പോലീസ്. ഇപ്പോൾ വീട് വെച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പല ചാനലുകൾ രംഗത്തെത്തുന്നു. അവർക്കെതിരെയൊക്കെ വലിയ വിമർശനമാണ് ആളുകളുടെ ഇടയിൽ നിന്ന് വരുന്നത്. റഹീം എന്ന് പറയുന്ന ബാപ്പ ശരിയാണ്, അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നട റോഡിൽ നിൽക്കുകയാണ്. ജീവിക്കാൻ സാഹചര്യമില്ല, വരുമാനമില്ല, ഒന്നുമില്ല, അദ്ദേഹം ഒരു അവസ്ഥയാണ്. പക്ഷേ അവിടെയും എന്തിനാണ് ഈ ഉമ്മ ഷെമിക്ക് ഇത്രത്തോളം ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നു. എന്തായാലും ആ മൂന്നാമൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ തയ്യാറെടുപ്പിലാണ് പോലീസ്.